KCRC VD മൂന്ന് പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ഇവരിൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന ചോദ്യത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ സസ്പെൻസിന് വിരാമമിടുകയാണ് പൊളിറ്റിക്സ് കേരള. 56 എം എൽ എമാരുടെ പിന്തുണയുണ്ടെന്ന് KC വേണുഗോപാൽ അവകാശപ്പെടുന്നു. പക്ഷേ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം KC വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ സ്വന്തമാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനാണെങ്കിലും ഗാന്ധി കുടുംബത്തിന്റെ എല്ലാമാണെങ്കിലും KC മുഖ്യമന്ത്രിയാകണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ടി വരും. 102 സീറ്റ് നേടിയ കോൺഗ്രസിന് അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന്റെ പേര് ആദ്യം തന്നെ വെട്ടുന്നു. MM നസീറിനെ പോലെയുള്ള നേതാക്കൾ KCക്ക് പിന്നിലുണ്ട്. ചടയമംഗലത്ത് നിന്ന് ജയിച്ച MM നസീറൊക്കെ പരസ്യ പ്രസ്താവന KC വേണുഗോപാലിന് വേണ്ടി നടത്തി. കോൺഗ്രസിന്റെ വനിതാ നേതാവായ ദീപ്തി മേരി വർഗീസ് പരസ്യ പ്രസ്താവന നടത്തി. പക്ഷേ KCക്ക് സാധ്യത ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KCയെ കെട്ടിയിറക്കുന്നത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയ്ക്കും BD സതീശനും ഇഷ്ടവുമല്ല. പിന്നീട് പണം നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യമാണ്. BD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ താല്പര്യപ്പെടുന്നു. പക്ഷേ BD സതീശനോട് ഹൈക്കമാൻഡിന് അത്ര താല്പര്യമില്ല. BD സതീശനോട് മേലധ്യക്ഷന്മാർ പുലർത്തുന്ന വിയോജിപ്പ് ഹൈക്കമാൻഡ് ഗൗരവപരമായി എടുക്കുന്നു. NSSും SNDPയും ക്രൈസ്തവ സഭകളും ഒക്കെ BD സതീശനെ എതിർക്കുന്ന പക്ഷക്കാരാണ്. അവരെ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് അവരുടെ കൂടി സംതൃപ്തി എടുത്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി. രമേശ് ചെന്നിത്തല ദില്ലിയിൽ അടിയന്തര ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിലെ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിവുണ്ട് എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല BD സതീശന്റെ കടുംപിടുത്തം കോൺഗ്രസിന് ചേരുന്ന രീതിയല്ലെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. BD സതീശനെ KC വേണുഗോപാൽ പിന്തുണയ്ക്കുന്നു ഇല്ല. തനിക്ക് മുഖ്യമന്ത്രി പദം കിട്ടില്ല എന്നുറപ്പായ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കാനുള്ള സാധ്യതകൾ തേടുകയാണ്. രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന ശക്തമായ ഒരു വിഭാഗം കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ട്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതോടുകൂടി കോൺഗ്രസിൽ പുതിയ ഒരു ധ്രുവീകരണം സംഭവിക്കും. BD സതീശൻ നിരാശയിൽ ആകും. രമേശ് ചെന്നിത്തലയ്ക്ക് കീഴിൽ മന്ത്രിയായിരിക്കാൻ ഒരുപക്ഷെ BD സതീശൻ താല്പര്യപ്പെടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2.5 വർഷം രമേശ് ചെന്നിത്തലയും 2.5 വർഷം BD സതീശനും എന്നൊരു ഫോർമുല വെക്കേണ്ടി വരും ഹൈക്കമാൻഡിന്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കാണ് മുഖ്യമന്ത്രിയാകാൻ സാധ്യത കൂടുതൽ. അദ്ദേഹത്തിന് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയും വർദ്ധിച്ച് വരുന്നു. KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ചരടുവലികൾ നടത്തുന്നു. രമേശ് ചെന്നിത്തല ഇടതുപക്ഷവുമായി നല്ലൊരു ബന്ധം പുലർത്തുന്ന നേതാവാണ്. പിണറായിയുമായൊക്കെ അദ്ദേഹത്തിന് അടുത്ത വ്യക്തി ബന്ധമുണ്ട്. മാത്രമല്ല KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം ശക്തമായ പ്രവർത്തനമാണ് നടത്തിയത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവായ അദ്ദേഹം നല്ല മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിന് ഉണ്ട്. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ മാറ്റത്തിൻ്റെ കാറ്റുമായി BD സതീശനെ പ്രതിപക്ഷ നേതാവാക്കി ഹൈക്കമാൻഡ്. BD സതീശൻ്റെ പെട്ടെന്ന് മുറിരണ്ട് എന്ന കടുംപിടുത്തം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ശോഭിക്കാനായി അണികളുടെ പിന്തുണ, ഈ ആവേശഭരിതരായ അണികളുടെ പിന്തുണ BD സതീശന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലെ വിപുലമായ
പിന്തുണ, ജനകീയ പിന്തുണ വി ഡി സതീശന് ഇല്ല. ഘടകകക്ഷികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ രമേശ് ചെന്നിത്തല തന്നെയാണ് മിടുക്കൻ എന്ന അഭിപ്രായമാണ് ഹൈക്കമാൻഡിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. 10 ദിവസത്തിനകം ഫലമറിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ ഞങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് 10 ദിവസത്തിനകം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും എന്നാണ്. 10 ദിവസത്തിനകം തന്നെ, അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നല്ല, നാക്കുപഴയിൽ ക്ഷമിക്കുക, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ്. ഈ 10 ദിവസത്തിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ശ്രമത്തിലാണ് ഹൈക്കമാൻഡ്. കേരളത്തിൽ നേടിയ ഒരു വലിയ വിജയം, അതൊരു ജനകീയ വിജയമാക്കി ആഘോഷിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല വേണം എന്നൊരു അഭിപ്രായമാണ്. രമേശ് ചെന്നിത്തല എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കരുത്തുള്ള, അല്ലെങ്കിൽ അതിനുള്ള നയചാതുര്യമുള്ള രമേശ് ചെന്നിത്തല വേണം എന്ന അഭിപ്രായമാണ് ഹൈക്കമാൻഡിന് ഉള്ളത്. മാത്രമല്ല, കരുണാകരൻ്റെ കളരിയിൽ നിന്നാണ് രമേശിൻ്റെ വരവ്. അതുകൊണ്ട് തന്നെ ജനകീയ നേതാവാകാൻ രമേശിന് കഴിഞ്ഞു. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം ശക്തമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചു. കോവിഡ് സമയത്ത് ഭരണപക്ഷത്തോട്, പിണറായിയോട് ഒപ്പം നിന്ന് കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ ശൈലജ ടീച്ചറോടും പിണറായി വിജയനോടും ഒരുമിച്ച് നിന്നുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രവർത്തിച്ചത് കേരളം കണ്ടതാണ്. ആ ചാതുരിയാണ്, ആ നയമാണ്, ആ ഒരു തന്ത്രമാണ്, ആ ഒരു ലാളിത്യമാണ് കോൺഗ്രസിന് ആവശ്യമെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. KC പക്ഷക്കാരും VD പക്ഷക്കാരും നിരാശപ്പെടേണ്ടി വരും. രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രി.